ഹലോ ഗൈസ്, അങ്ങനെ നേരം വെളുത്തപ്പോൾ ഇസമോള് കർട്ടനൊക്കെ നീക്കി പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ് നിർത്തിയപ്പോൾ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. നല്ല ചായയായിരുന്നു ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു റൂം എടുക്കാൻ പോയി. റൂം കിട്ടി. അവിടുന്ന് പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. രാവിലെ തന്നെ എത്തി. പക്ഷെ നല്ല വെയിലായിരുന്നു. ഹനുമാൻ മന്ദിരത്തിലേക്കാണ് ആദ്യം പോകാൻ തീരുമാനിച്ചത്. അവിടെ നിന്ന് തന്നെ കുറേ ദൂരെയായിരുന്നു ഞങ്ങൾ റൂം എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലും കൊണ്ട് നടക്കേണ്ടി വന്നു. അങ്ങനെ നടന്നു. കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ദർശനം കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പോയത് അയോധ്യയിലേക്കാണ്. അയോധ്യയിലേക്ക് എത്തുമ്പം കുറച്ച് വൈകുന്നേരമായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വളരെ തിരക്കൊന്നുമില്ലായിരുന്നു. ആ കമ്പിവേലികൾക്കിടയിലൂടെ ഞങ്ങളങ്ങോട്ട് നടന്ന് നീങ്ങി. ആ മുന്നിലുള്ള നടന്നു പോകുന്ന ചേട്ടൻ്റെ കയ്യിൽ എന്തോ പ്രസാദം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരു മങ്കിക്കുട്ടൻ ആ ചേട്ടൻ്റെ കയ്യിലേക്ക് ചാടി വീണു. ആദ്യം ഞാനും മോളും പേടിച്ചു. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നീങ്ങി. അതാണ് ഗൈസ് അയോധ്യ. അവിടെ ഫോണും ചെരുപ്പും ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു സാധനവും ഉള്ളിലേക്ക് കയറ്റില്ല. ഒക്കെ ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് പോയി കുറച്ച് പർച്ചേസ് എല്ലാം കഴിഞ്ഞു. അന്നത്തെ ഡേ അവിടെ കഴിഞ്ഞു ഗൈസ്.